ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് സ്റ്റിച്ച് ബോർഡിനകത്ത് 2 ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 കളർ നൂല് വെച്ചിട്ട് കേട്ടോ, 3 ഇഴ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർ നൂലെടുത്തിട്ട് ഞാൻ സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഹെറി ബോൺ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഡബിൾ ഹെറി ബോണും ചെയ്യാൻ പോകുന്നത്. ആദ്യം മുകളിൽ നിന്നല്ലേ കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് ഹെറിബോണിന്, ഇത് അടിയിൽ നിന്നാണ് കുത്തിയെടുക്കുന്നത് കേട്ടോ. അടിയിലത്തെ ലൈനിൽ കൂടി കുറച്ച് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. സൂചി മുകളിലേക്ക് എടുത്തു. അതിനുശേഷം മുകളിലത്തെ ലൈനിന് കുറച്ച് നീക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നേരെ കൊണ്ടുവരാണ്ട് കുറച്ച് നീക്കിയിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലേക്ക് പോയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പുതിയതായിട്ട് ഒന്നും കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അടിയിലത്തെ ലൈനിലേക്ക് വന്നിട്ട് കുറച്ച് നീക്കിയിട്ട് കുത്തി കൊടുക്കുക. അടിയിലേക്ക് സൂചി വന്നതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സ്റ്റിച്ച് മുകളിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് മുകളിലേക്ക് കൊണ്ടുപോകാം. മുകളിലത്തെ ലൈനിൽ രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങാൻ പോവേണ്ടേ ഇനി. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇതിന് എല്ലാ സ്റ്റിച്ചിനും ഒരേ ഗ്യാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും കേട്ടോ. കുറച്ച് നീക്കിയിട്ട് സ്റ്റിച്ച് അടിയിലേക്ക് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരും ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഹെറി ബോൺ സ്റ്റിച്ച്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പുകൾക്കിടയിൽ കൂടി രണ്ടാമത് ഇതുപോലെ തന്നെ മറ്റൊരു കളർ നൂല് വെച്ചിട്ട് ചെയ്യാൻ പോകും കേട്ടോ. അപ്പം നൂലെടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് കളറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റെഡ് കളർ നൂലെടുത്തിട്ടുണ്ട്, മുകളിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഇപ്പോൾ കുത്തുന്നത് ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്, കറക്റ്റായിട്ട് പിന്നീട് കുത്തുന്നുണ്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിലേക്ക് സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം തിരിഞ്ഞു പോയിട്ട് ഇപ്പോൾ കുത്തിയത്, അതാണ് ഞാൻ പറഞ്ഞത്, നീക്കിയിട്ട് പിന്നി മാറി കുത്തണുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയല്ല കുത്തേണ്ടത്, അപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തിയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുത്തുക. അപ്പോൾ അതേ ശരിക്കും കാണിക്കണം കേട്ടോ. മുകളിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സൈഡിലേക്ക് ആയിട്ട് കുറച്ച് നീക്കിയിട്ട് അടിയിലേക്ക് കുത്തിയെടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ പോയിന്റ് കുത്തിയെടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അതേ ഗ്യാപ്പിൽ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിനകത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ നമുക്ക് എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഗ്യാപ്പുകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഡബിൾ ഹെറി ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഫില്ലിങ് സ്റ്റിച്ച് ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെറി ബോൺ സ്റ്റിച്ച് ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ. ക്രോസ് ആയിട്ട് വരുന്നത് തന്നെയാണ് ഇതും. നമുക്ക് ഏത് ചിത്രമാണോ അതനുസരിച്ച് നമുക്ക് നൂലുകൾ കൊടുക്കാം, വലിപ്പം മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും കാണാൻ. ഒരുപാട് വലിപ്പത്തിൽ ചെയ്യുമ്പോൾ അധികം ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കെട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഹെറി ബോൺ ചെയ്തതിന് ശേഷം കെട്ടിടുക, പിന്നെ മറ്റൊരു ഹെറി ബോൺ ചെയ്യുമ്പോൾ അതും കെട്ടിട്ട് കൊടുക്കുക. ഇനി ഞാനൊരു മോട്ടീഫിനകത്ത് പടമൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൺഫ്ലവറിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഡബിൾ കളറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ചും മഞ്ഞയും കേട്ടോ. ആദ്യം ഞാൻ മഞ്ഞ കളർ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഹെറി ബോൺ ചെയ്തത് അതുപോലെ ചെയ്ത് തുടങ്ങാം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കളർ വെച്ചിട്ട് രണ്ടാമത്തായിട്ട് ഡബിൾ ഹെറി ബോൺ ചെയ്യണേ കേട്ടോ. ആദ്യം അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് മുകളിലേക്ക്, ഇപ്പോൾ പോയിൻ്റ് പോലെയുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ വട്ടം പോലെ ഇരിക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ പോയിൻ്റ് പോലെ വരുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം മഞ്ഞ കളർ നൂല് വെച്ചിട്ട് ഫുള്ളായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഓറഞ്ച് കളർ ത്രെഡ് വെച്ചിട്ട് 3 ഇഴ നൂലിനകത്താണ് എല്ലാം ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഗ്യാപ്പുകളിൽ ഓറഞ്ച് കളർ എടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് എല്ലാവരും കാണാട്ടെ. ഇപ്പോൾ മഞ്ഞ കളറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഓറഞ്ച് കളറും കൂടി ചെയ്തിട്ട് ഫുള്ളായിട്ട് അതിലുകളിലൊക്കെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾക്കും പച്ച കളറിൽ ഹെറി ബോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇലകൾക്കും പച്ച കളറിൽ ഹെറി ബോണാണ് ചെയ്ത് കൊടുക്കുന്നത്. ഡബിൾ ഹെറി ബോൺ നമ്മൾ പൂക്കളുടെ ഇതളുകളായിട്ട് കൊടുക്കണേൽ മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. അപ്പം അതുപോലെ ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാട്ടെ ഇനി. അപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഒരു ഭാഗത്തു നിന്ന് കൂർത്തിട്ട് കുറച്ച് നടുവിലെത്തുമ്പോൾ വലുതായിട്ട് ചെറുതായിട്ട് വരുന്ന പോലെയുള്ള പൂക്കളുടെ ഇതളാണ് ഇത്.
അപ്പോൾ അതുപോലെയൊക്കെ ആയിട്ട് വരും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ ഒരേ സൈസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിനകത്ത് ചെയ്തില്ലേ അതുപോലെ വരും. അപ്പോൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡിസൈനിൽ മാറ്റം വരാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പൂവിൻ്റെ ഇതളായിട്ട് ചെയ്ത കാരണം അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ കളറുകൾ തമ്മിൽ കാണാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ സൺഫ്ലവർ ആയതിൻ്റെ പേരിലാണ് ഈ കളർ ചെയ്തത് കേട്ടോ. കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടു കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരിതൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ബ്രൗൺ കളറ് നൂല് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ കളർ നൂല് വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാം കേട്ടോ പോയിട്ട്. അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായതിന് ശേഷം കാണാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.